ശബരിമല സന്നിധാനത്തെ തീർത്ഥാടന കാലത്ത് കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിൽ സന്തോഷമുണ്ടെന്ന് തന്ത്രി കണ്ഠരര് രാജീവർ. ശബരിമലയിൽ ദർശനത്തിന് തിരക്കുണ്ടാവുക സ്വാഭാവികമെന്നും തന്ത്രി പറഞ്ഞു. സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനത്തിൽ സംതൃപ്തിയുണ്ടെന്നും കേരള വിഷൻ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. മകരവിളക്കിന് ഇനി ദിവസങ്ങളും മാത്രമാണ് അവശേഷിക്കുന്നത്. ശബരിമല തന്ത്രി ശ്രീ കണ്ഠരര് രാജീവർ നമ്മളൊപ്പം ചേരുകയാണ്. 2 വർഷം നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം പൂർണ്ണതോതിലുള്ള തീർത്ഥാടന കാലം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. മകരവിളക്കിന് ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത്. എങ്ങനെ കാണുന്നു ഈ തീർത്ഥാടന കാലം? ഇത്തവണത്തെ തീർത്ഥാടന കാലം വളരെ നല്ല രീതിയിലാണ് ഇതുവരെയും പോയത്. ധാരാളം അയ്യപ്പ ഭക്തന്മാർ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. 2 വർഷമായി അയ്യപ്പനെ കാണാതിരുന്ന് വീർപ്പുമുട്ടി കഴിഞ്ഞ ഭക്തജനങ്ങൾക്ക് ഇത്തവണ ഒരു നിയന്ത്രണങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞപ്പോൾ വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു. എല്ലാവരും ഇവിടെ വന്ന് കൺകുളിർക്കെ അയ്യനെ കണ്ട് തൊഴുത് സായുജി മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എല്ലാവരും വളരെ സന്തുഷ്ടരാണ്, സന്തോഷവാന്മാരാണ്. ഈ തിരക്കിനെ എങ്ങനെ കാണുന്നു? എല്ലാ ദിവസവും 1 ലക്ഷം പേര് വീതം എത്തുന്നുണ്ടല്ലോ, അത് എങ്ങനെ കാണുന്നു? തിരക്ക് ധാരാളമുണ്ട്. തിരക്കില്ലെങ്കിൽ ശബരിമല എന്താണ്? ശബരിമലയിൽ തിരക്ക് വേണമല്ലോ, ശരണഘോഷങ്ങൾ വേണമല്ലോ. ശരിയാണ്, തിരക്ക് കൂടുതലാണെങ്കിൽ ബുദ്ധിമുട്ട് അവർക്കുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ അവരത് സഹിക്കാൻ തയ്യാറാണ്. അയ്യപ്പ ഭക്തന്മാരെ പോലീസ് നല്ല രീതിയിൽ ക്രൗഡ് കൺട്രോൾ ചെയ്ത് വിടുന്നുണ്ട്. മിക്കവാറും എല്ലാവർക്കും തന്നെ ദർശനം കിട്ടാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ഇവിടെ. മകരവിളക്കിൻ്റെ ചടങ്ങുകൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ വിശേഷം? മകരവിളക്ക് ജനുവരി 14-ാം തീയതിയാണ്. അതിന് മുന്നോടിയായിട്ട് 12-ാം തീയതി പന്തളം കൊട്ടാരത്തിൽ നിന്ന് തിരുവാഭരണം കൊടുത്തയക്കും. അത് വിവിധ സ്ഥലങ്ങളിലൊക്കെ എത്തിച്ചേർന്ന് ഇവിടെ 14-ാം തീയതി വൈകിട്ട് ശരംകുത്തിയിലേക്ക് എത്തിച്ചേരും. ശരംകുത്തിയിൽ നിന്ന് ഇവിടെ 18-ാം പടി കയറി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും എല്ലാം സ്വീകരിച്ച് ശ്രീകോവിലേക്ക് ആനയിച്ചു കൊണ്ടുവരും. അത് ചേർത്ത് ദീപാരാധന ഉണ്ടായിരിക്കും. അതാണ് പ്രധാനമായിട്ടും മകരവിളക്കിൻ്റെ ഒരു ചടങ്ങ്. അത് കഴിഞ്ഞ് ഇത്തവണ സംക്രമ പൂജ രാത്രി 8:45-നാണ് മകരസംക്രമം നടക്കുന്നത്. ആ സമയത്ത് പ്രത്യേക പൂജ ഉണ്ടായിരിക്കും, സംക്രമ പൂജ. ആ സമയത്ത് തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് കൊടുത്തു വിടുന്ന നെയ്ത്തേങ്ങ പൂജാമധ്യത്തിൽ അഭിഷേകം ചെയ്ത് അത് പ്രസാദമായിട്ട് എല്ലാവർക്കും വിതരണം ചെയ്യുകയും ചെയ്യും. ഈ ചടങ്ങുകൾക്കൊക്കെ മുന്നോടിയായിട്ട് 12-ഉം 13-ഉം ശുദ്ധിക്രിയകളുണ്ട്. 12-ാം തീയതി പ്രാസാദ ശുദ്ധിക്രിയകളും 13-ാം തീയതി ബിംബശുദ്ധി ക്രിയകളും നടക്കുന്നതാണ്. അതുപോലെ തന്നെ തീർത്ഥാടകരോട് പറയാനുള്ളത്, കാരണം ഇപ്പോൾ വരുന്ന സമയങ്ങളിൽ അനാചാരങ്ങൾ കൂടി വരുന്നുണ്ട്. തീർത്ഥാടകരോട് എന്താണ് പറയാൻ? ഇത് പല പ്രാവശ്യവും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഈ അനാചാരങ്ങൾ ഒഴിവാക്കണം, ഇവിടുത്തെ ആചാരങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് അനാചാരങ്ങൾ ഒഴിവാക്കി വരണമെന്ന്. കുറേ പേരൊക്കെ പാലിക്കുന്നുണ്ട്, എങ്കിലും പലയിടത്തും അത് വയലേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ളൊരു തീർത്ഥാടനത്തിൽ പൂർണ്ണ സംതൃപ്തനാണ്. ഇതുവരെയുള്ളൊരു തീർത്ഥാടനത്തിൽ പൂർണ്ണ സംതൃപ്തനാണ്. ഗവൺമെൻറ് നല്ല രീതിയിൽ സഹകരിച്ച് ഇവിടെ വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. ദേവസ്വം ബോർഡും ചെയ്യുന്നുണ്ട്. അതിന് എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഇതുവരെ ഒരു കുഴപ്പമൊന്നുമില്ല, സംതൃപ്തരാണ്. തീർച്ചയായും നല്ലൊരു തീർത്ഥാടന കാലത്തിൻ്റെ പരിസമാപ്തിയിലെത്തിയ സന്തോഷത്തിലാണ് ശ്രീ കണ്ഠരര് രാജീവർ. സെബിനൊപ്പം DB നോയ്, കേരള വിഷൻ ന്യൂസ്.